എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ചേച്ചി? 1800. 1798 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടെന്ന്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെയും ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊരു ഡൈനിങ് സ്പേസ് ആണ് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ വീടിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര സൈലന്റ് ആണ്. ഭയങ്കര ഞാനിവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടുള്ള ഒച്ച മാത്രമേ ഉള്ളൂ. സൈലന്റ് അല്ല, നിങ്ങൾ വന്നോണ്ട് ഞാൻ സൈലന്റ് അല്ല, എന്താ സൗണ്ട് കേൾക്കും. ഈ ഒരു അവസാനമായിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് എപ്പോഴേച്ചി ഫുഡ് കഴിച്ചേ? ക്രിസ്മസിന് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ? ചേച്ചിയുടെ സ്പെഷ്യൽ കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു? അന്ന് സെർവന്റ് ചേച്ചി ഉണ്ടായിരുന്നില്ല, ചേച്ചി വീട്ടിൽ പോയേക്കുമായിരുന്നു. സെർവന്റ് ചേച്ചി എന്ന് പറയുമ്പോൾ ഇനി ഒന്നും ആൾക്കാരൊന്നും ഇതാവണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ അംഗത്തെ പോലെ തന്നെയാണ് ചേച്ചി. ചേച്ചി വീട്ടിൽ പോയ സമയത്ത് ഞാൻ ആണ് കുക്ക് ചെയ്തത്. എന്തൊക്കെയാണ് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട്? പച്ചക്കറി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പച്ചക്കറി ഒന്നും ഞങ്ങൾ പഠിപ്പിക്കുകയില്ല. ചോറുണ്ടായിരുന്നു, പോർക്ക്, ബീഫ്, ചിക്കൻ, ഫിഷ് ഫ്രൈ, പിന്നെ ഫിഷ് നമ്മളെ കുടംപുളി ഇട്ട് വെച്ച പാലക്കാരുടെ. അതെ, ഒരു പാലക്കാരി അച്ചായത്തിയാണ് നമ്മുടെ ആനി ചേച്ചി. അപ്പം ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഐറ്റം ഏതാണ് നമ്മുടെ പാലായിലെ അല്ലെ കോട്ടയത്തെ? എനിക്ക് ചോറും മീൻകറിയും പിന്നെ കപ്പ ബിരിയാണി എൻ്റെ ഫേവറേറ്റ് ആണ്. ഞങ്ങളുടെ എല്ലും കപ്പ ഒരു പ്രത്യേക വറുത്തരച്ചൊക്കെ അങ്ങനെയൊക്കെ വെക്കുന്നത്, അതാണ് എൻ്റെ ഫേവറേറ്റ്. നമ്മൾ പാലക്കാർക്ക് അതായത് കള്ളും കപ്പയൊക്കെയാണ്. അപ്പം ക്രിസ്മസിന് ആ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടോ? വൈൻ ഉണ്ടായിരുന്നു. ഇച്ചിരി ഇരിപ്പുണ്ട്, വേണം പറയാം. അത് മോളുണ്ടാക്കിയത് കേട്ടോ. അതും ഇവിടെ തന്നെ അവൾക്ക് കുക്കിംഗ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ലൊക്കേഷനിലായിരുന്നു. അപ്പം അവള് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വൈൻ കെട്ടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ, അങ്ങനെ വൈനും ഉണ്ടായിരുന്നു മോള് പ്രിപ്പയർ. ഇവിടെ നോക്കുവാണെങ്കിൽ കുറച്ച് ലൈറ്റ്സ് നമുക്ക് കാണാവുന്നതാണ്. കൂടുതലും വാം ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ ലൈറ്റ്. 2 അടിക്കുമ്പോൾ വാം ലൈറ്റിൽ ഇരുന്ന് അടിച്ചാൽ അതാണ് അതിന് വേണ്ടിയുള്ള സീക്രട്ട് എന്നൊക്കെ. ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ ചെറിയ വാം ലൈറ്റ്സ് ഉണ്ട്, അതൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇവിടെ അതിട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ കൂടുന്നത്. ആൾക്കാർ അല്ല, അതൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അല്ല, നമ്മൾ ഇച്ചിരി എന്താ പറയാ പോർക്കും ബീഫൊക്കെ കഴിച്ച് 2 അടിച്ചില്ലെങ്കിൽ എന്താവും? അടിച്ചാലും ഞങ്ങൾക്ക് കിടക്കാൻ പറ്റില്ല. എസ്പെഷ്യലി പാലായിന്ന് വരുന്നവർക്കൊക്കെ അത് നിർബന്ധമാണ്. അപ്പൊ ഈ ലൈറ്റ്സിനൊക്കെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ ചേച്ചി? അതായത് ഇതിപ്പം ഒരു വെറൈറ്റി കൊണ്ടുവന്നായിരുന്നു, അവര് ദുബായിൽ നിന്ന് വന്നപ്പോഴത്തേക്കും കൊണ്ടുവന്ന ലൈറ്റാണ് ചേച്ചി. എൻ്റെ അട്രാക്ഷൻ ഇതേ ഇവിടെ ഒരു ഫോട്ടോയിലേക്ക് ഇങ്ങനെ പോവാണ് പെട്ടെന്ന്. കാരണം കോളേജിലേക്ക് പോകുന്ന 2 പ്രണയിനികളാണോ? എന്താ ചേച്ചി ഇത്? ഡൈനിങ് റൂമിലാണല്ലോ ഓർമ്മകളൊക്കെ ഫുഡ് കഴിച്ച ഓർമ്മകൾ അയവിറക്കുകയാണ്. ഇത് ഏത് കോളേജാന്ന് പറയാമോ? ഏത് കോളേജാന്ന് ചോദിച്ചാൽ ഫേമസ് കോളേജാണോ ചേച്ചി? ഇവിടെ ആർക്കെങ്കിലും അറിയാൻ പറഞ്ഞോളാം. ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ട് ഈ കോളേജ്? കോട്ടയത്ത് CMS കോളേജ്. ആൻ ചേച്ചിയുടെ ഡൈനിങ് റൂമിൽ നിന്ന് ഫുഡ് കഴിച്ച ഓർമ്മകളായി വരക്കുന്ന നമ്മുടെ CMS കോളേജിന്റെ ആ ഒരു പയ്യന്നൂർ കോളേജിന്റെ ഞാനിങ്ങനെ നടന്നിട്ടില്ല കേട്ടോ. നടക്കാൻ പറ്റാത്തതൊക്കെ ഇപ്പൊ ഇവിടെ ഇരുന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, സത്യം പറഞ്ഞാൽ ഇത് ആരായിരിക്കും ഈ 2 പേര്? സുല്ലേട്ടനോട് ചോദിക്കണം ആരൊക്കെ ചേച്ചി ഏത് കോളേജിലായിരുന്നു പഠിച്ചതൊക്കെ? ഞാൻ ഇവിടെ തന്നെ എറണാകുളം തന്നെ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ കോളേജ് ഓർമ്മകളൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങൾ +2 കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ D-Farmനാണ് പോയത്. അപ്പം അവിടെ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഓർമ്മകളൊന്നുമില്ല. പക്ഷെ +2 വരെ ഇവിടെ അടിച്ചു പൊളിച്ച് നടക്കുമായിരുന്നു. ഇപ്പൊ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ചെല്ലുമ്പോൾ നല്ല ഫൺ. പണ്ട് അടിച്ചു പൊളിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മള് കോളേജിൽ പോവാത്ത കുറെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെ കാണുന്നുണ്ട്. അതിഗംഭീരമായ കുറെ വീഡിയോസ്, ട്രിപ്പ് പോകുന്നുണ്ട്, ഫുഡ് അടിക്കുന്നുണ്ട്, വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ കാണുന്നതാണ് ഡെയിലി ഇതൊക്കെ. അതുപോലെ നമ്മുടെ ഇവിടെയും ലാസ്റ്റ് സപ്പറിന്റെ എനിക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ലാസ്റ്റ് സപ്പറിന്റെ ഒരു സംഭവം ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ സുബിൻ എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട്, ചേച്ചി തന്നെ പറഞ്ഞ് ഞങ്ങൾ ഇൻസ്റ്റയിൽ ഇത് അവനിവിടെ വന്ന് ചെയ്ത് തന്നതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേര് ഇപ്പോഴും എൻക്വയറി ആയിട്ട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത് എത്രയായി എന്നൊക്കെ പറഞ്ഞിട്ട്.